ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലുള്ള മുനിയറ കേവ്സിലേക്കുള്ള യാത്രയിലാണ്. കുറച്ച് ദുർഘടം പിടിച്ച യാത്രയാണ്. അപ്പോൾ എൻ്റെ കൂടെ വഴി കാണിക്കാൻ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടുത്തെ താമസക്കാരനാണ്. ചേട്ടൻ്റെ പേരെന്താ? അത്തിക്കുഞ്ഞ്. അത്തിക്കുഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും നോക്കാം. എൻ്റെ കൂടെ വന്ന ഈ ചേട്ടൻ്റെയാണ് ഈ ഹോം സ്റ്റേ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എത്രയാണ്? ഫുഡ് അടക്കമാണോ? ഇല്ല, ഫുഡില്ല. ഫുഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എത്ര റൂമാ? 2 റൂം. എത്ര പേർക്ക് താമസിക്കാം? അത് 10-15 പേർക്ക്. അത്ര പേർക്ക് താമസിക്കാം അല്ലേ? ഓക്കെ, ശരി. പിന്നെ അത് വേറെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇത് ഗ്യാസ് ആണോ അതോ വിറകാണോ? ഉണ്ടല്ലേ, അത് കൊടുക്കും. അതിന് സെപ്പറേറ്റ് ചാർജ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇവരൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് ഇത്ര ഉയരത്തിലാണെങ്കിലും ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവരൊക്കെ വെള്ളം എടുക്കുന്ന ഇവിടുന്ന് പൈപ്പ് ഇട്ടാണ്. ഇത് ഒരിക്കലും പറ്റാത്ത ഉറവയാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ക്ലിയർ ഉണ്ടോ? അങ്ങനെ ഇറങ്ങിപ്പോകാം. ഇതാണ് കേവല. അഞ്ചുള്ളി ഇറങ്ങണം മാത്രമൊന്നുമില്ല തോന്നുന്നു. പോരെ. ഇതാ അനേക വർഷം പഴക്കമുള്ള ഒരു മുനിയറ ഗുഹയാണിത്. ഇത് ചെങ്കല്ലിലാണ് ഈ ഗുഹ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക ഗുഹയാണ്, അത് നിർമ്മിച്ചതല്ല എന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് മുനിമാരൊക്കെ തപസ് ചെയ്ത ഗുഹയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഏകദേശം 500 മീറ്റർ നീളമുള്ള ഒരു ഗുഹയായിരുന്നു. ഇത് പിന്നീട് ഇതിന്റെ മുകൾ ഭാഗത്തുകൂടി റോഡ് വരികയും മഴക്കാലത്ത് ധാരാളം മണ്ണും കല്ലും ഒക്കെ വന്ന് അടഞ്ഞു പോവുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-30 മീറ്റർ നീളം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഇതിലുണ്ടല്ലേ, ഇത് മതി. കിട്ടുന്നുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. കട്ട് ചെയ്തോ. ഈ ഗുഹയുടെ അടിയിൽ ചെറിയൊരു ജലാശയമുണ്ട്. എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരാൾക്ക് സുഖമായിട്ട്, തുടക്കത്തിൽ നമുക്കൊരു ചെറിയ ഇടുങ്ങിയ സ്ഥലമാണെങ്കിലും ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഗുഹയാണിത്. ഇത് ഒരു വവ്വാലിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ഹാൾ മാതിരി, വലുതല്ല, ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാൾ മാതിരിയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഭിത്തികളിലൊന്നും സ്പർശിക്കുന്ന അത്ര സേഫ് അല്ല. കാരണം എന്തെങ്കിലുമൊക്കെ ജീവികൾ, പൈയുടെ ജന്തുക്കളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വവ്വാലിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. വവ്വാലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതിനെ പിടിക്കാനായിട്ട് പാമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലും തൊടുന്ന സേഫ് അല്ല. ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു ഗുഹയാണിത്. ഇനി അതിന്റെ മറ്റും അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം. ഇതൊരു മലൻ ചെരുവിലുള്ള ഒരു ഗുഹയാണ്. അപ്പൊ ഇത് നമ്മുടെ പോലീസ് വയർലെസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇലവിഴ പൂഞ്ചിറയിലെ മേൽഭാഗത്തായിട്ട് പോലീസ് വയർലെസ് സ്റ്റേഷൻ, അതിന്റെയൊക്കെ ഒരു താഴ്ഭാഗമായിട്ട് ഇത് വരും. അപ്പൊ ഈ മലൻ ചെരുവിലുള്ള ഗുഹയായതുകൊണ്ട് ആ മല മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി അങ്ങനെ ഇറ്റിട്ട് വീഴുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചെറിയ ജലാശയം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇത് കൂടാതെ വവ്വാലുകൾ പറക്കുന്നുണ്ട്, അതുകൂടാതെ തവളകളുണ്ട്. അപ്പം ഈ വവ്വാലുകളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പം പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നമുക്ക് എവിടെ സ്പർശിക്കേണ്ട ആവശ്യമില്ല, കാരണം അതുപോലെ അത്ര വിസ്താരമുള്ള ഒരു ഗുഹയാണ് ഈ കാണുന്നത്. അത്യാവശ്യം വിസ്താരമുണ്ട്, ഇടയ്ക്കൊക്കെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെവിടെ തൊടാനൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു മറ്റൊരു ഭാഗം അപ്പുറത്തെ സൈഡുണ്ട്. ഇത് ശരിക്കും ഒരു 500 മീറ്റർ നീളമുള്ള ഒരു ഗുഹ ആയിരുന്നു. അത് പിന്നീട് ഇതുപോലെ ഈ റോഡ് പണിയും അതിനുശേഷം മഴ പെയ്ത് മണ്ണും കല്ലും ഒക്കെ അടിഞ്ഞതുകൊണ്ട് ഇപ്പം ഇതിന്റെ വിസ്താരം കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ നമുക്കിനി അതിന്റെ അങ്ങേ ഭാഗം കാണാം. ഇനി അവിടെ പോയിട്ട് ഞാൻ വരുന്നതാണ്. അവിടെ വരാം. ഓക്കെ, ഞാൻ അതും കൂടെ നിർത്താം. ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് എടുത്തല്ലോ, കിട്ടുന്നുണ്ട്. ഈ ഗുഹയുടെ മറ്റൊരു എൻട്രൻസ് ആണിത്. ഇത് ഈ പറഞ്ഞ പോലെ 500 മീറ്ററുള്ള നീളമുള്ള ഗുഹയാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു 10 മീറ്റർ മാത്രമേ പോകാൻ പറ്റൂ. ബാക്കി മണ്ണും കല്ലും ഒക്കെ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്.
കിട്ടിയോ? ഓക്കെ. ആ അങ്ങനെ ഇതിൻ്റെ ഒന്ന് റൗണ്ട്